കർണാടക സംസ്ഥാനം ഷിമോഗ ജില്ല ಹೊಸನಗರ താലൂക്കിൽ ഉൾപ്പെടുന്ന കാരണഗിരി ശ്രീ സിദ്ധിവിനായക ദേവാലയം. 61 അടിയോളം നീളമുള്ള ദേവാലയ ഗോപുരവും അവയുടെ വർണ്ണഭംഗിയും ആന്തരിക ഭംഗിയും ദേവാലയത്തെ കൂടുതൽ ആകർഷണഭരിതമാക്കുന്നു. പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം. റോഡിൻ്റെ ഇരുവശങ്ങളിലൂടെയും ഗോപുരം തലയെടുപ്പോടെ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. വലിയ പ്രധാന കവാടം നമ്മളെ സ്വാഗതം ചെയ്യുന്നു. വർണ്ണശബളമായ കണ്ണാടി ഞുറുങ്ങുകളാണ് പ്രധാന ആകർഷണം. ക്ഷേത്രത്തിൻ്റെ ഓരോ കോണുകളിലും ഈ സൗന്ദര്യഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ഗർഭഗൃഹത്തിന് അരികിൽ എത്തിയാൽ മാത്രമേ വിനായക ദർശനം സാധ്യമാകൂ. കൽത്തൂണ് ഗർഭഗൃഹത്തിൻ്റെ കവാടം മറയ്ക്കും വണ്ണമാണ് നിർമ്മാണം. അവിടുത്തെ ചമയങ്ങളും നിറങ്ങളും നമ്മളെ ആകർഷിക്കപ്പെടുന്നു. ഉദ്ദിഷ്ടകാര്യലബ്ധിയാണ് ഇവിടുത്തെ പ്രത്യേകത. ഉദ്ദിഷ്ടകാര്യം മനസ്സിൽ വിചാരിച്ച് ഗർഭഗൃഹത്തിനരികിൽ ദൈവത്തിനെ നോക്കി പ്രാർത്ഥിച്ചാൽ ദൈവത്തിനെ അലങ്കരിച്ച പൂവ് വലഭാഗത്തേക്ക് വീണാൽ ഉദ്ദിഷ്ടകാര്യലബ്ധി എന്നാണ് വെപ്പ്. ഐതിഹ്യം. ക്ഷേത്ര വലഭാഗത്ത് അഗസ്ത്യമുനികൾ പുഷ്കരണി തീരത്ത് വച്ച് പൂജ ചെയ്ത വിഗ്രഹമാണ് ഇത്. ശേഷം കാലക്രമേണ ഇപ്പോൾ അമ്പലമിരിക്കുന്ന സ്ഥലത്തേക്ക് ആ വിഗ്രഹം പുനഃപ്രതിഷ്ഠിക്കുകയും അവിടെ പൂജകൾ മുടങ്ങാതെ നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശ്രീരാമൻ സീതാദേവിയെ കൂട്ടുന്നതിനായി ലങ്കയിലേക്ക് പോകും വഴി ഇവിടെ വരികയും വിനായകസ്വാമിക്ക് പൂജകൾ അർപ്പിക്കുകയും അഗസ്ത്യമുനികളോട് ആശീർവാദം വാങ്ങി പോവുകയും ചെയ്തു എന്നാണ് മറ്റൊരു കഥ. സീതാദേവിയെയും കൊണ്ട് തിരികെ വരുമ്പോഴും സിദ്ധിവിനായകരെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് പൂജ ചെയ്ത് പോകണമെന്ന് അഗസ്ത്യമുനികൾ ശ്രീരാമന് താക്കീത് നൽകിയിരുന്നു. പക്ഷേ അത് മറന്നുപോയ ശ്രീരാമന് അത് പിന്നീട് ഓർമ്മ വരികയും വീണ്ടും വന്ന് പൂജ ചെയ്ത് മടങ്ങിയതായൊരു ഐതിഹ്യവുമുണ്ട്. ഓരോ ചമയങ്ങളും നോക്കി നോക്കിയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഊട്ടുപുരയിലേക്കുള്ള കവാടമാണത്. സമയമായതുകൊണ്ട് ഞങ്ങൾ പോയില്ല. വെള്ളി ഗർഭഗൃഹത്തിനിരിക്കുന്ന വെള്ളി ഗണപതിയാണ് അത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് വെള്ളിത്തേരും വെള്ളി ഗണപതി. യാഗശാലയും അതിൻ്റെ പരിസരാവരണവുമാണിത്. പ്രതിവർഷവും ഇവിടെ ഗണപതി ഹോമവും പൂജകളും നടക്കാറുണ്ട്. ഒരുപാട് ഭക്തർക്ക് വിവാഹം നടന്ന കല്യാണ മണ്ഡപം. അഗസ്ത്യസ്വാമികൾ ദൈവത്തെ വെച്ച് പൂജിച്ച പുഷ്കരണിയാണിത്. ഇതിനെ അഗസ്ത്യ തീർത്ഥ എന്നും അറിയപ്പെടുന്നുണ്ട്. നാഗപ്രതിഷ്ഠയാണ് മറ്റൊരു സവിശേഷത. പ്രശാന്തസുന്ദരമായി ഇരിക്കുന്ന ഈ ഗോപുരവും പരിസരവും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി.